നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എസ്റ്റേറ്റ് വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ബൈജുവിനെ പരിചയപ്പെടാം. നമസ്കാരം. അപ്പോൾ ഈ വാർഡ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പം ആദ്യമായിട്ടാണ് മത്സര രംഗത്ത്. എന്തുമാത്രം താല്പര്യത്തോടെ അല്ലെങ്കിൽ എന്തുമാത്രം വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. നിലവിലെ വാർഡ് പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ആദ്യത്തെ 48 പേരുടെ പട്ടികയിൽ ആദ്യമായി കയറിപ്പറ്റാൻ സാധിച്ചു. അതിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 100% വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ മത്സരരംഗത്ത് നിൽക്കുന്നത്. നിലവിൽ BJP ആണ് ഈ വാർഡിൻ്റെ കൗൺസിലർ. അപ്പോൾ BJPയിൽ നിന്നും കോൺഗ്രസ് ഈ വാർഡ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം? ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് കഴിഞ്ഞ തവണ ജനം BJP എസ്റ്റേറ്റ് വാർഡിൽ തിരഞ്ഞെടുത്തത്. എന്നാൽ വികസന കാര്യത്തിൽ വളരെയധികം പുറകിലാണ് എസ്റ്റേറ്റ് വാർഡ് എന്ന് പറയാം. കാരണം നിലവിലെ റോഡിൻ്റെ അവസ്ഥകൾ നോക്കിയാൽ വളരെ ശോചനീയ അവസ്ഥയാണ്. വണ്ടി ഓടിക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് വാർഡിലെ പല റോഡുകളും. പ്രധാനമായിട്ടും ഹൈവേയും എസ്റ്റേറ്റ് മലയങ്കി റോഡും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ റോഡുകളും വളരെ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ തെരുവ് വിളക്കുകളെന്ന് പറയുന്നത് യാതൊരു കത്തുന്നില്ല. തെരുവ് നായ ശല്യം വളരെ കൂടുതലാണ്. ഇങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും കഴിഞ്ഞ തവണത്തെ BJP കൗൺസിലർ ഇവിടെ തികഞ്ഞ പരാജയം തന്നെയാണ്. അത് നമുക്ക് വളരെയധികം വിജയസാധ്യത കൂട്ടുന്നുണ്ട്. ഇത്തവണത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ ഇവിടെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ വാർഡിനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നമ്പർ 1 വാർഡായി മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹവും. അത് നിറവേറ്റിയിരിക്കും.